എല്ലാവർക്കും വോളിയം പ്രൊഫൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡേറ്റ് ജൂലൈ 8 വെനസ്ഡേ 2026. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മൾ സെൻസെക്സിലാണ് ട്രേഡ് ചെയ്യാറ്, ബുധനാഴ്ചയും വ്യാഴാഴ്ചയും. അപ്പോൾ നിഫ്റ്റിയുടെ ലെവലും സെൻസെക്സിൻ്റെ ലെവലും വെച്ചിട്ടാണ് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ലെവൽസ് ആദ്യം ഞാനൊന്ന് പറയാം. ഇത് ഈ മേലെയുള്ള ലെവൽ കഴിഞ്ഞ ദിവസമല്ല, എനിക്ക് തോന്നുന്നത് ഇപ്പോൾ 3 ദിവസമായിട്ട് ഞാൻ വീഡിയോയിൽ പറയുന്ന ലെവലാണ്. ഒന്ന് ഈ ലെവൽ, 2 ഈ ലെവൽ, 3 ഈ ലെവൽ. ഓക്കെ, ഈ ഒരു 3 ലെവലാണ് നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും പ്രീവിയസ് ഡേയിൽ ഞാൻ തന്ന ലെവലാണോ എന്നുള്ളത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ മാർക്കറ്റ് ഈ ലെവലിൻ്റെ മേലെയാണുള്ളത്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ലെവൽ ടച്ച് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ലെവലിനെ പറ്റി ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് എവിടെയാണ്? നമ്മുടെ ലെവലിൻ്റെ താഴെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് നെക്സ്റ്റ് വരേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ലെവലിലേക്കാണ് മാർക്കറ്റ് വരേണ്ടത്. ഓക്കെ, അതിനുശേഷം ഈ ലെവലിൻ്റെ താഴെ എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ഈ ഒരു ലെവൽ, ഇതാണ് മാർക്കറ്റിൽ ടെസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ജസ്റ്റ് ഞാൻ ഇന്നലെ കൊടുത്ത പുട്ടിൻ്റെയും കോളിൻ്റെയും ലെവൽസ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പ്, ഓക്കെ, നമുക്ക് വോളിയം പ്രൊഫൈലിൻ്റെ ഒരു സ്റ്റുഡൻസിൻ്റെ ഗ്രൂപ്പ് ഉണ്ട്, അതേപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള ടെലിഗ്രാമിൻ്റെ ഗ്രൂപ്പും ഉണ്ട്. അപ്പോൾ എല്ലാ ദിവസങ്ങളിലും വാട്സപ്പ് ഗ്രൂപ്പിൽ, വോളിയം പ്രൊഫൈലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ നാളത്തേക്കുള്ള ട്രേഡ് ചെയ്യേണ്ട ലെവൽസ് കൊടുക്കുന്നുണ്ട് ഓൾമോസ്റ്റ് എല്ലാ ദിവസങ്ങളിലും. ഓക്കെ, ഒറ്റ ദിവസം പോലും ഞാൻ അത് ഒഴിവാക്കാറില്ല, എല്ലാ ദിവസങ്ങളിലും ഞാനത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അത് വോളിയം പ്രൊഫൈലിൽ പഠിച്ച സ്റ്റുഡൻസ് ആണ്. അപ്പോൾ അതിനകത്ത് നമ്മളേതായ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലെവൽസ് ഇതായിരുന്നു. മാർക്കറ്റ് ഈ ലെവലിൻ്റെ മേലെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് സ്വാഭാവികമായിട്ട് എന്താണ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക, താഴെയാണെങ്കിൽ റെസിസ്റ്റൻസ് ആണ് ആക്ട് ചെയ്യുക. മാർക്കറ്റ് ഏകദേശം ഈ ഒരു ലെവൽ, ഓക്കെ, 841 വരെ വന്നു. അതിനുശേഷം മാർക്കറ്റ് ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ലെവലിൽ ടച്ച് ചെയ്താൽ മാർക്കറ്റ് എന്ത് ചെയ്തത് ഫോൾ ആയിട്ടുള്ളത്. അതേപോലെ തന്നെ പുട്ടിൻ്റെ ലെവൽ ഞാൻ പറഞ്ഞുതരാം. ഇത് ഇന്നലെ രാത്രി കൊടുത്തതാണ്. കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ട് പറയാൻ വേണ്ടി പറ്റും ഞാൻ കൊടുത്തിട്ടില്ല. കാരണം ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഞാൻ കൊടുക്കാത്ത ലെവലിനെ പറ്റി സംസാരിക്കാറില്ല, കൊടുത്തതിനെ പറ്റി മാത്രമാണ് ഞാൻ സംസാരിക്കാറുള്ളൂ. ഓക്കെ, പുട്ടിൻ്റെ ലെവൽ ഒരുപാട് ലെവൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പുട്ടിന്. കാരണം മാർക്കറ്റ് ഓൾറെഡി ഇതിൻ്റെ മേലെ ബ്രേക്ക് ചെയ്ത്, അപ്പോൾ ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് ഇവിടെ പോകും എന്നുള്ള മീനിങ്ങിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇതിൻ്റെ ലെവലിൻ്റെ നേരെ താഴെ. പക്ഷേ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം, ഇത് 1 മിനിറ്റിൻ്റെ ക്യാൻഡിലാണ്. ഫസ്റ്റ് 1 മിനിറ്റ് ക്യാൻഡിൽ തന്നെ നമ്മൾ ലെവലിൻ്റെ മേലെ ബ്രേക്ക് ചെയ്തു. ഓക്കെ, പക്ഷേ നമുക്ക് എന്ത് ചെയ്തില്ല, റീടെസ്റ്റ് തന്നിട്ടില്ല ലെവലിൻ്റെ മേലെ. എന്ന് പറയുമ്പോൾ 1 മിനിറ്റിൽ നമുക്ക് എന്തായാലും ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. 771 എന്ത് ചെയ്തിട്ടുള്ള നമ്മളെ ലെവൽ. അപ്പോൾ നമുക്ക് ഇവിടെ എസ് എൽ വെക്കണമെങ്കിൽ പോലും അതെന്താണ് ഓൾമോസ്റ്റ് 50 പോയിൻറ്റിൻ്റെ എസ് എൽ നമുക്ക് വരും. 50 പോയിൻറ്റിൽ എസ് എൽ നമ്മൾ എന്ത് ചെയ്യില്ല, ട്രേഡ് ചെയ്യാറില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ വേണ്ടി വരും, ലൈവിലുള്ള സെറ്റപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. കാരണം ഇത് ഇന്നലെ രാത്രി കൊടുത്ത ലെവൽസുകളാണ് ഈ ലെവൽസ്. ഈ ലെവൽസ് അല്ല ഞാൻ പറയുന്നത്, ഈ ലെവൽസ് ഞാൻ ലൈവിൽ കൊടുത്തതാണ്. ബാക്കിയുള്ള ഈ ലെവൽസൊക്കെ എന്ത് ചെയ്തു, കഴിഞ്ഞ ദിവസം ഞാൻ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു എക്സ്പയറി വരെ നിങ്ങൾ ലെവൽ കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കൊടുത്ത ലെവലാണത്. ഓക്കെ, അപ്പോൾ ആ ലെവലിൻ്റെ മേലെയാണ് ഓപ്പൺ ആയത്. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. അതേപോലെ തന്നെ കോളിൻ്റെ ലെവലിൻ്റെ താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്, അതുകൊണ്ട് അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അതിനുശേഷം ഞാൻ നിഫ്റ്റിയിൽ രാവിലെ ഓക്കെ മാർക്കറ്റെല്ലാം ഓപ്പണായി ഒരു അരമണിക്കൂറിന് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് ഓപ്പണായി അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, നമ്മളെ ലെവൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതെന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അത് മാർക്കറ്റ് ഓൾമോസ്റ്റ് ഈ ഒരു ടൈമിലാണ് ഞാൻ പ്രൊവൈഡ് ചെയ്തത്. ഞാൻ പറഞ്ഞത് മാർക്കറ്റ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വോളിയം പ്രൊഫൈൽ പഠിച്ച എല്ലാവർക്കും അറിയാം, ഇവിടെ ഉണ്ടായിരുന്ന സെല്ലേഴ്സിന് എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് ബയേഴ്സ് വന്നിട്ട് കവർ ചെയ്ത് പോയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ മാർക്കറ്റിൽ കണ്ടിന്യൂഷൻ ആയ ഒരു സെല്ല് വന്നിട്ടുണ്ടായിരുന്നു. ആ സെല്ല് എവിടെ വരെയാണ് നമുക്ക് സെല്ല് കിട്ടിയത്, ഈ ഒരു സെല്ല് വരെയാണ്. അപ്പോൾ വോളിയം പ്രൊഫൈൽ പഠിച്ച ആൾക്ക് അറിയാൻ വേണ്ടി പറ്റും എവിടെയാണ് നിങ്ങൾ വോളിയം പ്രൊഫൈൽ വരക്കേണ്ടത്, എവിടുത്തെ ഗ്യാപ്പാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഓക്കെ, ബൈയിന് വേണ്ടിയിട്ട് ഏത് ലെവലിൻ്റെ മേലെയാണ് നിങ്ങൾ കൺഫർമേഷൻ എടുക്കേണ്ടത് എന്നെല്ലാവർക്കും അറിയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ലെവലിൻ്റെ മേലെ പോയി, ഓൾമോസ്റ്റ് ലെവലിൽ പോയി. പക്ഷേ നമുക്ക് ഈ ഒരു ഏരിയയിൽ റീടെസ്റ്റ് വന്നിട്ടില്ലായിരുന്നു. ഓക്കെ, ഇവൻ ദോ ഇവിടെ നമുക്ക് വെക്കുകയാണെങ്കിൽ പോലും നമുക്ക് വരുന്നത് 13 പോയിൻ്റ് എസ് എൽ ആണ്. അപ്പോൾ ഓപ്ഷനകത്ത് നമുക്ക് എത്ര പോയിൻ്റ് വരും, ഒരു 15 പോയിൻ്റ് മാക്സിമം എസ് എൽ വരുള്ളൂ സെൻസെക്സിനകത്ത് അല്ലേ. ഓക്കെ, അത്ര. പിന്നെ ഡി കെ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ അതിനെക്കാട്ടും കൂടും. പക്ഷേ ഫ്യൂച്ചറിൽ 13 പോയിൻ്റ് എന്ന് പറയുന്നത് ഏറ്റവും മിനിമമായ ഒരു എസ് എൽ ആണ്. ഓക്കെ, ഇപ്പോൾ നിഫ്റ്റിയുടെ കോളിലാണ് നിങ്ങൾക്ക് വരുന്നത്, നിങ്ങൾക്ക് 7 പോയിൻ്റ് 8 പോയിൻ്റ്. കാരണം എന്ന് പറയുമ്പോൾ ഇന്ന് ബുധനാഴ്ചയാണ്. അപ്പോൾ ഇന്നലെ പുതിയ കോൺട്രാക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. മാക്സിമം പോയാൽ നിങ്ങൾക്ക് എന്താ വരിക, ഒരു 7 പോയിൻ്റ് 8 പോയിൻ്റൊക്കെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, എസ് എൽ ആയിട്ട് വരത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് അഫോർഡബിൾ ആയിട്ട് എസ് എൽ ആണ്. 10 പോയിൻ്റ് എന്ന് പറയുന്നത് സിമ്പിളായിട്ടില്ല. ഫ്യൂച്ചറിൽ 10 പോയിൻ്റ് എന്ന് പറയുമ്പോൾ 7 പോയിൻ്റ് 8 പോയിൻ്റൊക്കെയാണ്. 8 പോയിൻ്റൊക്കെ എസ് എൽ ഇല്ലാതെ നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മളെ ലെവലിൽ ഓൾമോസ്റ്റ് എനിക്ക് വന്നത് ഞാൻ ഈ ഒരു ടൈമിലായിരിക്കും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം എന്ത് ചെയ്തു, മാർക്കറ്റ് ഇതായിരുന്നു നമ്മൾ ഏറ്റവും ഡിസ്കൗണ്ട് എൻട്രി എന്ന് പറയുന്നത്. അവിടെ എൻട്രി എടുക്കുകയാണെങ്കിൽ ഏകദേശം എന്താണ് നമുക്ക് എസ് എൽ വരിക, ജസ്റ്റ്
3 പോയിൻ്റൊക്കെയാണ്. പക്ഷേ നമ്മൾ ലോ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം 11 പോയിൻ്റൊക്കെയാണ് വന്നിട്ടുള്ള എസ് എൽ. ഏറ്റവും മിനിമം എസ് എല്ലാണ്. മാർക്കറ്റ് എന്ത് ചെയ്തു, ഫസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തു, രണ്ടാമത് ടാപ്പ് ചെയ്തു, മാർക്കറ്റ് നല്ല രീതിയിൽ മൂവ് ചെയ്തു, ഡേ ഹൈ വരെ ക്രോസ് ചെയ്തു. ഓക്കെ, ഈ സമയത്ത് സെൻസെക്സിൻ്റെ എന്താണ്, ഞാൻ ടെലിഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു സെൻസെക്സിൻ്റെ ഒരു ട്രേഡ് ഓൾമോസ്റ്റ് നമുക്ക് 100 പോയിൻറ്റിന് മേലെ. ഓക്കെ, 320 ഏകദേശം 430 സംതിങ് വരെ നമുക്കത് പോയിട്ടുണ്ട്. ഏകദേശം 120 പോയിൻറ്റിൻ്റെ ഒരു ട്രേഡ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഗ്രൂപ്പിൽ ടെലിഗ്രാമിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത് ഇത് ഈ ഒരു ലോജിക്കിലാണ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ട്രേഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്തു, അതിനുശേഷം മാർക്കറ്റ് ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ചിൽ വന്നപ്പോഴാണ് ഞാനൊരു പുതിയ ലെവലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എൻ്റെ വോളിയം പ്രൊഫൈൽ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഈ ഒരു ലെവലിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യണം, എങ്കിൽ നിങ്ങൾക്ക് ബൈ പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, മാർക്കറ്റ് ഇവിടെ വരെ വന്നു, ലെവൽ ടാപ്പ് ചെയ്തു. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ലെവൽ ടാപ്പ് ചെയ്തു, അതിനുശേഷം 10 മിനിറ്റ് നമ്മളെ ലെവലിൻ്റെ മേലെ നിന്നു മാർക്കറ്റ്. 10 മിനിറ്റ് മാർക്കറ്റ് നിന്നു. പിന്നെ നമ്മൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ ബൈ എടുക്കാത്തതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഓൾറെഡി ബൈ മൂവ് കഴിഞ്ഞു. മാർക്കറ്റിൽ നമ്മളെ ലെവലിൽ 10 പോയിൻറ്റ് എസ് എൽ ഉള്ള സാധനം 70 പോയിൻറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1:7 മാർക്കറ്റ് ഓൾറെഡി മൂവ് ചെയ്തതുകൊണ്ട് തന്നെ പിന്നെ മാർക്കറ്റ് ഈ ലെവൽ ഹോൾഡ് ചെയ്യണമായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം ബൈ വരണമെങ്കിൽ. പക്ഷേ മാർക്കറ്റ് എന്ത് ചെയ്തു, കുറച്ച് സമയം നിന്ന് ലാസ്റ്റ് മാർക്കറ്റ് എന്ത് ചെയ്തു, ആ ലെവൽ ബ്രേക്ക് ചെയ്തു. സ്റ്റിൽ ഒരു 4 പോയിൻറ്റ് 5 പോയിൻറ്റ് കാര്യമുള്ളൂ. അതിനുശേഷം എന്ത് ചെയ്തു, മാർക്കറ്റ് നമ്മളെ ലെവൽ ബ്രേക്ക് ചെയ്ത് താഴെ പോയി. ഓക്കെ, സ്വാഭാവികമായിട്ടും താഴെ പോയി കഴിഞ്ഞാൽ എന്താണ്, ഈ ലെവൽ ഞാൻ കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്താണ്, ഇതാണ് നമ്മളെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പക്ഷേ ഞാൻ ഈ ലെവൽ അതിന് മുമ്പ് തന്നെ ഈ ഒരു ടൈമിൽ തന്നെ ഏകദേശം 11:40 ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ലെവലും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 ലെവലാണ് നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, 3 ലെവൽ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്താണ്, മാർക്കറ്റ് വീക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എവിടെയാണോ മാർക്കറ്റിൽ ബയേഴ്സ് കയറിയത് ആ ബയേഴ്സിന് മുഴുവനായിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, സെല്ലേഴ്സ് വന്ന് കവർ ചെയ്ത് സെല്ലേഴ്സിൻ്റെ കൺട്രോളിൽ മാർക്കറ്റ് എത്തിക്കഴിഞ്ഞു. അപ്പോൾ പിന്നെ എന്താണ് സംഭവിക്കേണ്ടത്, പിന്നെ ഏറ്റവും കോമൺ ആയിട്ടുള്ള കാര്യമാണ് അല്ലേ, കാരണം എന്ന് വെച്ചാൽ പിന്നെ വരുമ്പോൾ എന്താണ്, നമ്മളെ ലെവൽസ് എല്ലാം റെസിസ്റ്റൻസ് ആണ്. പക്ഷേ നമുക്ക് ഏറ്റവും ഡിസ്കൗണ്ടിൽ എൻട്രി വരുന്നത് എവിടെയാണ്, ഈ ഒരു എൻട്രി 1:7 എൻട്രിയാണ് നമുക്ക് ഏറ്റവും ഡിസ്കൗണ്ടിൽ. ഓക്കെ, അതിൻ്റെ കാര്യങ്ങൾ ഞാൻ സെൻസെക്സിൻ്റെ ചാർട്ടിൽ പറഞ്ഞുതരാൻ വേണ്ടി പറ്റും. ഓക്കെ, അവിടെ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു, നല്ല രീതിയിൽ മാർക്കറ്റ് ഫാൾ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ന്യൂസ് കാര്യങ്ങളുണ്ടായിരുന്നു, പക്ഷേ നമ്മളെ ലെവലിൽ വന്നിട്ടാണ് മാർക്കറ്റ് പ്രോപ്പറായിട്ട് ഫാൾ ചെയ്തത്. അതിനുശേഷം നമ്മളെ മെയിൻ ലെവൽ നിങ്ങൾ ഇന്നലെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഈ ലെവൽ ബ്രേക്ക് ചെയ്തു, മാർക്കറ്റിൽ ഏകദേശം എന്താണ് 1:47 ലെവൽ ബ്രേക്ക് ചെയ്തു. നമ്മളുടെ ഏരിയാസ് നമ്മൾ കറക്റ്റ് ഇതാണ് നമ്മളെ ഫസ്റ്റ് സെക്കൻഡ് ഗ്യാപ്പ് കറക്റ്റ് മാർക്കറ്റ് എന്ത് ചെയ്തു, അവിടെ സപ്പോർട്ട് എടുത്ത് ബ്രേക്ക് ചെയ്തു, റീടെസ്റ്റ് എടുത്തു, മാർക്കറ്റ് അവിടെ നിന്ന് ഫോളോ ചെയ്ത് ക്ലോസ് ചെയ്തു. ഇതാണ് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ. ഇതിനകത്ത് ഈ റെഡ് കളറിലുള്ളതെല്ലാം നിങ്ങൾക്ക് ഞാൻ ഇന്നലെ തന്നതാണ്. ഈ ബ്ലൂ കളറിലുള്ളതൊക്കെ ഞാൻ വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ കൊടുത്ത ട്രേഡാണ്. അതെല്ലാ ട്രേഡും ആക്റ്റീവ് ആകുന്നതിന് മുന്നെയാണ് കൊടുത്തത്. ആക്റ്റീവ് ആയതിനു ശേഷം കൊടുക്കുന്നതിനെ പറ്റി ഞാൻ സംസാരിക്കാറില്ല, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമ്മളെ ലെവലിൽ ടാപ്പ് ചെയ്ത സമയം ഏതാണ്, 1:7. ഓക്കെ, അപ്പോൾ 1:7 ലെവൽ. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഓക്കെ, ഈ ഒരു ലെവൽസ് ഞാൻ ഓൾറെഡി വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എനിക്കൊന്ന് 10, 11, 10, 10:30 ഇടയിലാണ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായി, ഈ ഒരു ഗ്യാപ്പ് രണ്ടും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിൻ്റെ മേലത്തെ ലെവൽ 867 സെക്കൻഡ് ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 947 to 933 കൊടുത്തിട്ടുള്ള മേലെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അത് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് സെക്കൻഡ് ഗ്യാപ്പ് ബ്രേക്ക് ചെയ്തു, അതിനുശേഷം എന്ത് ചെയ്തു, അവിടെ റീടെസ്റ്റ് എടുത്ത് മാർക്കറ്റ് ഫോൾ ആയി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് കറക്റ്റ് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, കോളിനകത്ത് നമുക്കൊരു 100 പോയിൻറ്റിന് മൂവ് കിട്ടിയത്. ഈ സെയിം ടൈമിലാണ് നമുക്ക് കോളിനകത്ത് മൂവ് കിട്ടിയത്. ഏകദേശം എന്ത് ചെയ്തു, 180 പോയിൻ്റാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സെൻസെക്സിൻ്റെ പുട്ട് സൈഡിലുള്ള പ്രീമിയം ഡൗൺ ആയിട്ടുള്ള ഈ സമയത്താണ് നമുക്ക് സെൻസെക്സിൻ്റെ സീനകത്ത് ഏകദേശം 120 പോയിൻറ്റിൻ്റെ മൂവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് അവിടെ എപ്പോഴാണ് ആക്റ്റീവ് ആയത്, ഇവിടെയാണ് നമ്മൾ റെസിസ്റ്റൻസ് കൊടുത്തത്. സെയിം പാറ്റേൺ ആണ്. ഇവിടെ നമുക്ക് റെസിസ്റ്റൻസ് എടുക്കുമ്പോൾ അവിടെ നമുക്ക് സപ്പോർട്ടാണ് എടുക്കുക. അങ്ങനെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വോളിയം ബേസ്ഡ് ആണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും രണ്ട് ലെവൽസ് നമുക്ക് ഒരുപാട് വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒന്നിൽ നമ്മൾ റെസിസ്റ്റൻസ്, മറ്റേതിനകത്ത് നമുക്ക് എൻട്രി വരുന്നത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്തു, മാർക്കറ്റ് തിരിച്ചു പോയി നമ്മളെ ലെവലിൻ്റെ മേലെ പോയി. ഓക്കെ, ലെവലിൻ്റെ മേലെ പോയി, ലെവലിൽ തന്നെ എന്ത് ചെയ്തു, ഇവിടെ കറക്റ്റായിട്ട് ലെവലിൻ്റെ മേലെ ബ്രേക്ക് ചെയ്തു. നമ്മളെ ലെവലിൽ ഫസ്റ്റത്തെ ലെവലിൽ മാർക്കറ്റ് വന്നു. ഓൾമോസ്റ്റ് എത്ര പോയിൻറ്റ്, 123 പോയിൻറ്റ് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളെപ്പോഴും പറയുന്നത് ട്രാപ്പിൽ നമ്മൾ ഡിസ്കൗണ്ട് എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചാണ് അല്ലേ. ക്യാൻഡലിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര മണിക്കാണ് വന്നിട്ടുള്ളത്, 1:7. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു നിഫ്റ്റിയുടെ ഫ്യൂച്ചറിൻ്റെ ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് റീടെസ്റ്റ് എടുത്ത് എത്ര മണിക്കാണ്, 1:7 അല്ലേ. 1:7 നമുക്ക് അവിടെ എന്ത് ചെയ്തിട്ടുണ്ടായി, റെസിസ്റ്റൻസ് ആക്റ്റീവായി. ഇവിടെ നമ്മളെ ട്രാപ്പ് സെറ്റപ്പിൽ വന്ന് ഡിസ്കൗണ്ട് എൻട്രി ആക്റ്റീവായി. കറക്റ്റ് ടൈമാണ്, ഒരു വ്യത്യാസം പോലില്ല. 1 മിനിറ്റിൻ്റെ ചാർട്ടാണ് രണ്ടിനകത്തും. 1:7 വന്ന സാധനം ഏകദേശം എത്രയാണ് നമുക്ക് എസ് എൽ വരിക, ഇവിടെ ഓൾമോസ്റ്റ് ഒരു 25-26 പോയിൻ്റ് എന്ത് ചെയ്തിട്ടുണ്ടാവും നമുക്ക് സെൻസെക്സിനകത്ത് എന്താ പറയും എസ് എൽ ആയിട്ട് വരും. ഓക്കെ, അതിനകത്ത് മൂവ്മെൻറ്റ് എത്ര പോയിൻ്റ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ,
ഇത്ര പോയിന്റ് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നതല്ല ഞാൻ പറയുന്നത്, ടോട്ടൽ മൂവ് ആണ് ഞാൻ പറയുന്നത്. 1377 പോയിൻ്റാണ് മൂവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എവിടെയാണ് ടാർഗറ്റ് വെക്കേണ്ടത്? ടാർഗറ്റ് വെക്കേണ്ടത് സെയിം നമ്മളെ നിഫ്റ്റിയുടെ നെക്സ്റ്റ് ലെവലാണ് നമ്മളെ ടാർഗറ്റ്. കാരണം ട്രാപ്പ് കഴിഞ്ഞതാണ്. അപ്പോൾ നിഫ്റ്റിയുടെ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് എത്രയാണ്? 2.5 ടാപ്പ് ചെയ്തു. അതിനുശേഷം ലാസ്റ്റ് ലെവൽ 2.14 ടാപ്പ് ചെയ്തു. ഓക്കെ, 2.5 2.14 എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മൾ ലെവൽ ടാപ്പ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 2.5 എന്ന് പറയുന്ന സമയത്ത് എവിടെയാണ്? ഇവിടെ 2.5 എന്ന് പറയുന്നത് ഇതാണ് ലെവൽ. ഓക്കെ, ഓൾമോസ്റ്റ് 1000 പോയിൻ്റ് അടുത്ത് നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളെ ലെവലിൽ നിന്ന് മൂവ് ചെയ്തിട്ടുണ്ട് അവിടെ എത്തിയപ്പോഴത്തേന്, അല്ലേ? അതിനുശേഷം എന്ത് ചെയ്തു? നമ്മളെ ലെവൽ മാർക്കറ്റിൽ ബ്രേക്ക് ചെയ്തു. ഓക്കെ, നമ്മളെ എന്ത് ചെയ്തു? മെയിൻ ലെവൽ ബ്രേക്ക് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുട്ടിൽ ഹീറോ 0 ട്രൈ ചെയ്യുക. കാരണം നമ്മളെ മെയിൻ ലെവലാണ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു മൂവ് നമുക്ക് പെൻഡിങ്ങിൽ കിട്ടേണ്ടതാണ്, അല്ലേ? അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്തു? ലെവൽ ഇവിടെ ബ്രേക്ക് ചെയ്തു. ഓൾമോസ്റ്റ് നമുക്ക് ഒരു റീടെസ്റ്റ്, നമ്മളെ SL എന്ന് പറയുന്നത് പ്രോപ്പർ SL എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓൾമോസ്റ്റ് 350 പ്രീമിയം ഓൾമോസ്റ്റ് 500 വരെ എന്ത് ചെയ്തിട്ടുണ്ട്? പോയിട്ടുണ്ട്. അതിനുശേഷം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും, ഇതാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? നെക്സ്റ്റ് മെയിൻ ലെവൽ. നിങ്ങൾക്ക് ഇന്നലെ ഞാൻ വീഡിയോയിൽ തന്ന മെയിൻ ലെവൽ ഇതാണ്, അല്ലേ? അത് ബ്രേക്ക് ചെയ്ത് എത്ര മണിക്കാണ്? 1.47 ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, 1.47 നമ്മൾ വേറെ പുട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 50 രൂപയുള്ള പുട്ടാണ് 500 രൂപ വരെ പോയിട്ടുള്ളത്. ഓക്കെ, 1.47 ബ്രേക്ക് ചെയ്ത ക്യാൻഡിൽ. അപ്പോൾ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം 1.47 ഇതാണ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തിട്ടുള്ളത്, അല്ലേ? ഈ ക്യാൻഡിലിൻ്റെ മൂവ് എത്ര വന്നിട്ടുണ്ട്? ഈ ഒരു പ്രീമിയത്തിൽ എത്ര മൂവ് വന്നിട്ടുണ്ട് നോക്കി നോക്കുക. ഏകദേശം 995 വിക്കും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 1000 പോയിൻ്റ് മൂവാണ് നമ്മളെ ലെവലിൻ്റെ താഴെ വന്നിട്ടുള്ളത്. ഓക്കെ, കാരണം ഇത് അത്രയും ഹൈ ആയിട്ടുള്ള പ്രീമിയം ആയതുകൊണ്ടാണ്. പക്ഷേ നിങ്ങൾ 50 രൂപയുള്ള പ്രീമിയം ആണെങ്കിൽ പോലും അത് മിനിമം 500 വരെ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, ജസ്റ്റ് ഇന്നലെ നിങ്ങൾ വീഡിയോ മസ്റ്റായിട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ആ സീരിയസ്നെസ്സോട് കൂടി ആ ലെവൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വോളിയം പ്രൊഫൈലൊന്നും പഠിച്ചിട്ടില്ല, ഒന്നുമില്ല. പക്ഷേ നിങ്ങൾ ആ ലെവൽ കണ്ടു, ആ വീഡിയോയിൽ ഞാൻ തന്നിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്തു, അത് നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ട്രേഡ് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ബുധനാഴ്ച എന്ന് പറയുമ്പോൾ സെൻസെക്സിൽ ഏറ്റവും പ്രീമിയം ഡിസ്കൗണ്ട് ഉള്ള ദിവസങ്ങളാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു ട്രേഡ് എടുത്ത് ഹോൾഡ് ചെയ്തായി 50 രൂപയുള്ള സാധനം എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും വലിയ ടെൻഷൻ്റെ ആവശ്യമില്ല, അല്ലേ? നിങ്ങൾക്കൊരു 20-30 SL വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ പോലും 500 രൂപയാണ് അതിൻ്റെ മൂവ്. ഏകദേശം 450 പോയിൻ്റാണ് അതിൻ്റെ മാക്സിമം മൂവ് ഉള്ളത്. ഈവൻ എന്തോ നിങ്ങൾ 450 വരെ അല്ല 500 രൂപ വരെ ഹോൾഡ് ചെയ്തില്ലെങ്കിൽ പോലും 50 രൂപയുള്ള പ്രീമിയം നിങ്ങളെടുത്ത് അറ്റ്ലീസ്റ്റ് 200 വരെ ഹോൾഡ് ചെയ്താൽ പറഞ്ഞു. കാരണം നമ്മൾ നിഫ്റ്റിയുടെ താഴത്തെ ലെവലിൽ ടാപ്പ് ചെയ്ത സമയത്ത് അതിൻ്റെ പ്രീമിയം വന്നിട്ടുള്ള 330 വരെ വന്നിട്ടുണ്ടായിരുന്നു 50 രൂപയുള്ള പ്രീമിയം. ഓക്കെ, നിങ്ങൾ 300 വരെ അറ്റ്ലീസ്റ്റ് 300 വരെ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്താൽ പോലും നിങ്ങൾ 250 പോയിൻ്റ്, നിങ്ങൾ ഏകദേശം 50 രൂപയുടെ റിസ്ക്കാണ് എടുക്കുന്നതെങ്കിൽ 250 പോയിൻ്റാണ് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവുക? അതിനകത്ത് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഇപ്പോഴും ഞാൻ പറയാറുണ്ട്, വീഡിയോ വെറുതെ കണ്ടിട്ട് ഓടിച്ചു വിട്ടിട്ട് കണ്ടിട്ട് കാര്യമില്ല. അതിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി കണ്ടു കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് പ്രോഫിറ്റിലെത്താൻ പറ്റും എന്ന് ഞാൻ പറയുന്നുണ്ട്. കാരണം അതിൽ തന്ന ഒരു ലെവൽ ഞാൻ മാറ്റം വരുത്തിയിട്ടില്ല. ഇതിനകത്ത് ഗ്രൂപ്പിൽ കൊടുത്ത ഒരു ലെവൽ ഞാൻ മാറ്റം വരുത്തിയിട്ടില്ല. എല്ലാ ലെവലും ഞാൻ ഗ്രൂപ്പിൽ കൊടുത്തിയാണ്. അതിനെപ്പറ്റി മാത്രമാണ് ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ ദിവസത്തെ ട്രേഡ്, അല്ലേ? നിഫ്റ്റിയുടെ എക്സ്പയറിയിൽ നമുക്ക് കിട്ടിയ ട്രേഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സെയിം ഇത് തന്നെയാണ്. ഇപ്പോൾ വേണ്ടവർക്ക് ഈ ലെവൽ മാർക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും നെക്സ്റ്റ് ഡേയിലേക്ക് വേണ്ടിയിട്ട്. ഓക്കെ, കാരണം ഇനി ഇവിടെ വരണം എന്ന് നിർബന്ധമില്ല. കാരണം മാർക്കറ്റ് അത്രയും ഹൈ ആണ്. നല്ല ഗ്യാപ്പ് അപ്പ് ആയാൽ മാത്രമാണ് ഈ മാർക്കറ്റ് ഈ ലെവലിലേക്ക് വരത്തുള്ളൂ. ഓക്കെ, പക്ഷേ ഇതെല്ലാം ഞാൻ ഇന്നലെ കൊടുത്ത ലെവലുകളാണ്. പക്ഷേ ലൈവിൽ കൊടുത്തതാണ് ഇത്. കാരണം എന്ന് വെച്ചാൽ മാർക്കറ്റ് നമ്മളെ ഗ്യാപ്പിൻ്റെ മേലെയാണ് ഓപ്പൺ ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പിന്നെ ലെവൽസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ലൈവിലാണ് പ്രൊവൈഡ് ചെയ്യുക. കാരണം നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ല മാർക്കറ്റ് എത്ര പോയിൻ്റ് ഗ്യാപ്പ് അപ്പ് ആണ്, ഗ്യാപ്പ് ഡൗൺ ആണ് നെക്സ്റ്റ് ഡേ എന്ന് പറയാം ഓപ്പൺ ആവുക. ഓക്കെ, അപ്പോൾ ഈ ലെവലെല്ലാം ഞാൻ കൊടുത്തതിനെ പറ്റി മാത്രമാണ് ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഗോൾഡിലേക്ക് പോവാം. ഗോൾഡിൽ ലാസ്റ്റ് വൈകിട്ട് ഞാനൊരു ലെവലും എടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം എനിക്ക് വന്നത് 31 റേഞ്ച്. ഓക്കെ, ഈ ഒരു സോണിലാണ് ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ലെവൽസ് ഉണ്ടായിരുന്നത് മാർക്കറ്റ്. ആ ലെവലിൽ നിന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ എന്ത് ചെയ്തു? ആ ലെവലല്ല, ഫാൾ ചെയ്യുന്നതിന് മുമ്പുണ്ടായിരുന്നു. ഓക്കെ, ഇത് ഇന്നലത്തെ പ്രൊഫൈൽ ഇതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലിലായിരുന്നു. ഓക്കെ, ഈ ഒരു ലെവലായിരുന്നു നമുക്കുണ്ടായ 30 റേഞ്ചിൽ. അതിനുശേഷം അത് ബ്രേക്ക് ചെയ്തു. പക്ഷേ ബ്രേക്ക് ചെയ്തത് രാത്രി 12 മണിക്കാണ്. അവിടെ നല്ല രീതിയിൽ മാർക്കറ്റ് എന്ത് ചെയ്തു? ഫാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ നമ്മളൊരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ മൾട്ടിബാങ്കിൻ്റെ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് 03 SL വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടാണ് കൊടുത്തത്. ഏകദേശം ഈ ഒരു റേഞ്ച് രാവിലെ 7 മണി റേഞ്ചിലാണ് നമ്മൾ ട്രേഡ് കൊടുത്തത്. ഓൾമോസ്റ്റ് ആ കൊടുത്ത റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് 25 പോയിൻ്റ് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വോളിയം പ്രൊഫൈലിൻ്റെ സെറ്റപ്പ് അനുസരിച്ച് നമുക്കിവിടെ ഒരു ട്രാപ്പ് എൻട്രി ഉണ്ടായിരുന്നു 14 ഏരിയാസിൽ. ആ 14 മാർക്കറ്റ് ഏകദേശം 34 വരെ പോയിട്ടുണ്ട്. 20 പോയിൻറ്റിന് മൂവ് വന്നിട്ടുണ്ട്. നമുക്കത് 2 പോയിൻറ്റിന് SL ഉണ്ടാവുള്ളൂ. അതിനുശേഷമാണ് ന്യൂസ് വന്നത് മാർക്കറ്റ്
നമ്മളെ ലെവലിൻ്റെ താഴെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് പുതിയ ലെവൽസ് എന്ന് പറയുന്നത് ഈ ഒരു സോൺ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം റെസിസ്റ്റൻസ് ഏരിയ ആയിരിക്കും. വൺസ് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഇത് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഈ ഒരു സെറ്റപ്പ് നോക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. പക്ഷേ ഇത് ഫസ്റ്റ് ടൈം വരുന്നതുകൊണ്ട് തന്നെ ഇത് റെസിസ്റ്റൻസ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഇത് നിങ്ങൾക്ക് SL ഇവിടെ വെച്ചിട്ട് ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. പിന്നെ ഈ താഴെയുള്ള ലെവൽസ് എല്ലാം സപ്പോർട്ടാണ്. ഓക്കെ, 25 അതിൻ്റെ SL ആയിരിക്കും 17, പിന്നെ 06 അതിൻ്റെ SL ആയിരിക്കും 98. ഓക്കെ, മാർക്കറ്റ് ഈ ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ലെവലെല്ലാം പെൻഡിങ് ആണ് മാർക്കറ്റിലുള്ളത്. അപ്പോൾ പെൻഡിങ് എന്ന് പറയുന്നത് ഈ ഒരു ലെവൽ മാർക്കറ്റ് മസ്റ്റായിട്ട് എന്ത് ചെയ്യണം, റെസ്പെക്റ്റ് ചെയ്ത് ഈ ലെവൽ റെസിസ്റ്റൻസ് എടുക്കണം. ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂ മാറി ബുള്ളിഷിലേക്ക് മാറും. ഈ ഒരു ലെവലായിരിക്കും നമ്മളെ SL ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലെവലിൽ വേണ്ട ആളുകൾക്ക് എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, BTCയിൽ ഒരു ലെവൽ ഉണ്ടായിരുന്നു, ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ കൊടുത്തതാണ്. പുതിയൊരു ബൈ സെറ്റപ്പ് വരണമെങ്കിൽ ഈ ഒരു സോണിൽ വന്നിട്ട് മാർക്കറ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, മാർക്കറ്റ് ലെവൽ ഓൾറെഡി താഴെ എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തു. ഇനി ഈ ഒരു സെറ്റപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബൈ നോക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, പക്ഷേ മാർക്കറ്റ് ലെവൽ ബ്രേക്ക് ചെയ്തു. ഇവിടെ നിന്ന് എന്ത് ചെയ്തു, റെസിസ്റ്റൻസ് എടുത്ത് നിൽക്കുകയാണ്. മാർക്കറ്റ് ഈ ലെവലിൻ്റെ താഴെയാണ്. പക്ഷേ നമുക്ക് ഇവിടെ മേലെ വരെ പോയിട്ട് തിരിച്ച് വരികയാണെങ്കിൽ മാത്രമേ നമുക്കൊരു ബൈ നോക്കാം. ഇത് നിങ്ങളെ SL ആയിട്ട് ഇരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ലെവൽസ് എന്ന് പറയുന്നത്. അപ്പം കൂടുതലായിട്ട് വോളിയം പ്രൊഫൈൽ പഠിക്കാനും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് അയക്കാം. പഠിച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും ഞാൻ ലെവൽസ് കൊടുക്കുന്നുണ്ട്. ഒരു ദിവസം പോലും മിസ്സാവാറില്ല. ബുധനും വ്യാഴം നമ്മൾ സെൻസെക്സിൻ്റെ ലെവൽ കൊടുക്കുന്നുണ്ട്. ബാക്കി എല്ലാ ദിവസവും നിഫ്റ്റിയുടെ ലെവലുകൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിഫ്റ്റിയുടെ ഫ്യൂച്ചറിൻ്റെ ലെവൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഗോൾഡിൻ്റെ ഒരു ഗ്രൂപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അവിടെ കറൻസി BTC എന്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാത്തിനകത്തും ട്രേഡ് ചെയ്യാൻ നാസ്ഡാക്കിൻ്റെ ലെവൽ കൊടുക്കുന്നുണ്ട്. എല്ലാം കൊടുക്കുന്നുണ്ട് അവിടെ. പക്ഷേ ഒറ്റ കാര്യമുള്ളൂ, വോളിയം പ്രൊഫൈൽ പഠിക്കുക, തരുന്ന ലെവൽ മാർക്ക് ചെയ്ത് വെക്കുക, അതിനനുസരിച്ച് ട്രേഡ് ചെയ്യുക. 100% നിങ്ങൾ പ്രോഫിറ്റിലെത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ട്, ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം. താങ്ക് യു.